സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പഴയ പത്രവാർത്തകളുടെ ചിത്രങ്ങൾ വൈറലാകാറുണ്ട്. അടുത്തിടെയായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന വാർത്തയാണ് 1967 ഇന്ദിരാഗാന്ധി ഭാരതീയരോട് സ്വർണം വാങ്ങുന്നത് നിർത്താൻ അഭ്യർത്ഥിച്ചു എന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാലാണ് ഇത്തരമൊരു ആഹ്വാനം ഉണ്ട് എന്നാണ് പ്രചരിക്കുന്ന സന്ദേശങ്ങൾ. എന്നാൽ ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുന്ന ഒരു ചിത്രത്തിൽ ദ ഹിന്ദു പത്രത്തിന്റെ ഒരു പഴയ കട്ടിംഗ് കാണാം. അതിൽ സ്റ്റോപ്പ് ബൈയിങ് ഗോൾഡ്, ഇന്ദിരാസ് അപ്പീൽ ടു പീപ്പിൾ, സ്വർണം വാങ്ങുന്നത് നിർത്തുക, ജനങ്ങളോട് ഇന്ദിരയുടെ അഭ്യർത്ഥന എന്ന തലക്കെട്ടാണ് ഉള്ളത്. 1967 ജനുവരിയിലെ വാർത്തയാണിതെന്നും പലരും അവകാശപ്പെടുന്നത്. അന്നത്തെ കാലത്ത് രാജ്യം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ജനങ്ങൾ സ്വർണം ഉപേക്ഷിക്കണമെന്നും സർക്കാരിനെ സഹായിക്കണമെന്നും ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടു എന്നാണ് ഈ സന്ദേശങ്ങളുടെ സാരം. ഇതിനെക്കുറിച്ച് നടത്തിയ വിശദമായ പരിശോധനയിൽ ചില പ്രധാന കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഒന്നാമതായി, ഈ വാർത്ത 1967 മറിച്ച് 1962 1962 നവംബർ 14 പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു പത്രത്തിലെ വാർത്തയാണിത്. അന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിയും മൊറാർജി ദേശായി മന്ത്രിസഭയിലുള്ള സമയത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. അന്ന് ഇന്ദിരാഗാന്ധി സെൻട്രൽ സിറ്റിസൺ കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന രീതിയിലാണ് ഈ അഭ്യർത്ഥന നടത്തിയത്. 1962 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുകയായിരുന്നു. ഈ യുദ്ധം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിച്ചു. പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിദേശ നാണയം അത്യാവശ്യമായിരുന്ന ഘട്ടമായിരുന്നു അത്. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും കൈവശമുള്ള സ്വർണം ഗോൾഡ് ബോണ്ടുകളായി സർക്കാരിലേക്ക് നൽകണമെന്നും ഇന്ദിരാഗാന്ധി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. അതായത് ഇതൊരു സാധാരണ സാമ്പത്തിക പ്രതിസന്ധി മൂലമായിരുന്നില്ല, മറിച്ച് ഒരു യുദ്ധകാല സാഹചര്യത്തിൽ രാജ്യത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമായിരുന്നു. ഇന്ന് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത് പ്രധാനമായും 2 ലക്ഷ്യങ്ങളോടെയാണ്. നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളെ താരതമ്യം ചെയ്യാൻ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ രാജ്യം വലിയ ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ യുദ്ധം ജയിക്കുക എന്നതായിരുന്നു രാജ്യത്തിന്റെ പ്രഥമ പരിഗണന. പത്രവാർത്തയുടെ തീയതി പോലും മാറ്റിയാണ് പലരും ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. 1962 വാർത്തയെ 1967 മാറ്റുന്നത് വഴി രാഷ്ട്രീയപരമായ മറ്റ് ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത്. ചുരുക്കത്തിൽ, ഇന്ദിരാഗാന്ധി സ്വർണം വാങ്ങുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ അത് 1967 1962 ചൈനീസ് യുദ്ധകാലത്തായിരുന്നു. അന്ന് അവർ പ്രധാനമന്ത്രിയല്ലായിരുന്നു. ചരിത്രപരമായ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ സന്ദേശങ്ങളും വിശ്വസിക്കുന്നത് അപകടകരമാണ്. ഏതൊരു വാർത്തയും ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാൻ നാം തയ്യാറാകണം.